ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ യാത്രയുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ വന്ന് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ അമ്പലത്തിൽ പോകരുത്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആറുണ്ട്. അവിടെ പോയി കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ ദർശനം കൊടുക്കാൻ. ഇല്ല ദർശനം ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൈയും കാലും മുഖമൊക്കെ കഴുകണം. ഇപ്പം കണ്ട പുറ്റ് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടുന്ന് തന്നെ സീസൺ അനുസരിച്ച് കിട്ടുന്ന കായ്കളും കാര്യങ്ങളും തേനും എല്ലാം വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കടകളാണ്. പിന്നെ അവിടെ നല്ല ശുദ്ധമായ വെള്ളമാണ്, ഒരിക്കലും വറ്റാത്ത ആറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് സോപ്പും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് കുളിക്കാതെ ഒരു നാരങ്ങ കിട്ടും 4 പീസായിട്ടുള്ള, അത് തലയിൽ തേച്ച് കുളിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് 4 സൈഡും അത് എറിഞ്ഞ് കളഞ്ഞിട്ട് 4 വട്ടം എങ്ങാണ്ട് മുങ്ങിയിട്ട് ദേവിയെ കാണാൻ പോകണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ അമ്മയുടെ പേര് കോടത്തൂർ എന്നാണ് പ്ലേസ്. കട്ടളൈ മാരിയമ്മൻ കോവിൽ അതാണ്. ഞങ്ങൾ ആറിൽ വന്നു. കൈയും കാലും മുഖവും എല്ലാം കഴുകി. നല്ല എപ്പോഴും തണുത്ത വെള്ളമാണ്, ഒരിക്കലും വറ്റില്ല എന്നാണ് പറയുന്നത്. മലനിരകളിലേക്ക് ഇറങ്ങി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഭയങ്കര ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ 3 ഒരെണ്ണമായിരുന്നു പാമ്പാർ. ഇതിൻ്റെ തീരത്ത് വളരെ ശക്തിയേറിയ ദേവിയെ കാണാനാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. എന്തിനാ വന്നേക്കണേ? തമ്പയെ കാണാൻ. ഓക്കെ, നമ്മൾ കാലും കൈയും മുഖമൊക്കെ കഴുകിയിട്ട് തമ്പയെടുത്ത് പോയി ചോദിക്കാം. തമ്പേ എന്നെ ഡസിക്കണേ, എല്ലാവരും ഡസിക്കണേ. എന്ത് പറയും? ഔഷധ ഗുണമുള്ള വെള്ളമായതുകൊണ്ട് തന്നെ മുങ്ങിക്കുളിക്കുന്ന നല്ല ഇതാണ്. പിന്നെ ഈ അമ്മ കേരളത്തിൻ്റെ ദേവിയായിരുന്നു. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്നതാണെന്നാണ് പറയുന്നത്. ഇവിടെ ചിന്നാർ ചെക്ക് പോസ്റ്റിനടുത്താണ് അമ്പലം. പിക്കപ്പ് വാനിൽ വേണം നമ്മൾ വരാനായിട്ട്. 40 രൂപ പെർ ഹെഡ്, ഒരാൾക്ക് 40 രൂപ വെച്ച്. നമ്മുടെ വാഹനത്തിൽ തന്നെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിക്കണം. നേരത്തെ തന്നെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കണം. അത് ഉടുമൽപേട്ട റേഞ്ചർ ഓഫീസിൽ നിന്ന് വേണം പെർമിഷൻ വാങ്ങിക്കാനായിട്ട്. എങ്കിൽ നമ്മുടെ വാഹനത്തിൽ വരാം. ഇതൊക്കെ ഇപ്പോഴായിരുന്നു പിക്കപ്പ് വാനിൽ വരണം. സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മളിൽ ആനിമൽസിനെ കൊണ്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും, പിന്നെ കാട്ടിലിൻ്റെ നടുക്കല്ലേ ഈ അമ്പലം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ആദിവാസികൾ, ഇവിടുത്തെ വ്യവസായികളും പിന്നെ ഗവൺമെൻറ്റും എല്ലാമാണ് ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ കൊണ്ടുവന്നത്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ അമ്മ ഭയങ്കര ശക്തിയുള്ള ദേവിയാണെന്നാണ് പറയുന്നത്. പൂജ ചെയ്യുന്ന പൂജാരി 5 തലമുറകളായിട്ട് അവരുടെ ആ പൂജാരിയുടെ ഫാമിലിയാണ് അവിടെ പൂജ ചെയ്യുന്നത്. അവിടുത്തെ വ്യവസായികൾ കൊടുത്ത വിഗ്രഹമുണ്ട്. പക്ഷെ അതല്ല ദേവിയായിട്ട്. തൊട്ടപ്പുറത്ത് സ്വയംഭൂവായിട്ടാണ് ദേവി ഇരിക്കുന്നത്. പ്രകൃതിയോട് അലിഞ്ഞ് ഇരിക്കുന്നതാണ് ദേവിക്ക് ഇഷ്ടം. ഞങ്ങൾ പിന്നെ അവിടെ പൂജ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്തുനിന്ന് ദേവിക്ക് ചേർത്ത മാലയും പുറ്റിലൊക്കെ ഇടാനായിട്ട് കുങ്കുമവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇതാണ് പുറ്റ്. 2 പുറ്റുണ്ട്. ഇത് പണ്ട് ഇവിടെ ദേവി വന്നിട്ട് സ്വയംഭൂവായിട്ട് ഈ പുറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഇതറിയാതെ ഇവിടെ വന്ന ചെയ്യാൻ വന്ന വ്യവസായി ഇത് ഇടിക്കാൻ ശ്രമിക്കുകയും പിറ്റേന്ന് പുള്ളി മരിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ദേവിനെ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശു പോയിട്ട് എപ്പോഴും ഒരു സൈഡിലേക്ക് പോയിട്ട് വരുന്നത് കണ്ട് വ്യവസായികൾ പോയി നോക്കിയപ്പം അവിടെ അമ്മയ്ക്ക് കൊണ്ട് പാല് കൊടുത്തിട്ട് വന്നിട്ടാണ് അതിൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെയാണ് അവിടെ ദേവിയുടെ സാമീപ്യം ഉണ്ടെന്ന് മനസ്സിലായത്. ഇവിടുത്തെ കുറേ ക്യാഷുള്ള ആൾക്കാരൊക്കെ അമ്മയ്ക്ക് അമ്പലം പണിയാനായിട്ട് പൈസയൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതുവരെ ദേവി അരുൾ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം ദേവിക്ക് പ്രകൃതിയോട് ഇണങ്ങിയിരിക്കാനാണ് ആഗ്രഹം. ഇത് ഒരുപാട് ആടയാഭരണങ്ങളും ഒരുപാട് ഇത് ഒന്നും വേണ്ട, അമ്പലം വേണ്ട എന്നുള്ള രീതി. ഇതുപോലെ അമ്പലമില്ലാത്ത ഒരു ക്ഷേത്രം നമ്മുടെ ഓച്ചിറ അമ്പലം കേരളത്തിലുണ്ടല്ലോ.
അതുപോലെ തന്നെ ഇവിടെ വിഗ്രഹമില്ല, പിന്നെ അമ്പലവും ഇല്ല. പക്ഷെ ദേവി ഭയങ്കര ശക്തിയാണ്. നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ദേവി. ആദ്യത്തെ സർപ്രൈസ് ചേട്ടൻ്റെ അടിപൊളിയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പ്ലേസിൽ തന്നെ കാടിൻ്റെ നടുക്ക് ഈ അമ്മയെ കാണാൻ, കട്ടിലെ മാരിയമ്മനെ കാണാൻ കൊണ്ടുവന്നത് വലിയൊരു പുണ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യത്തെ സർപ്രൈസ്. പിന്നെ ഇവിടെ പണ്ട് ബലി കൊടുപ്പൊക്കെ ഉണ്ടായിരുന്നു, കോഴീനെ ആടിനെയൊക്കെ ബലി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഗവൺമെൻറ്റായിട്ട് തന്നെ നിർത്തി. ഇവിടെ 40 വർഷം മുമ്പ് വ്യവസായികൾ ഒരുപാട് വന്ന് വ്യവസായമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ പൂജാരി ആദ്യം പൂജ ചെയ്യുന്നത് ഇവിടുന്ന് വ്യവസായികൾ കൊടുത്ത വിഗ്രഹത്തിലാണ്. അതിന് ശേഷം വിഗ്രഹത്തിലല്ല, ആ വിഗ്രഹം അവിടെ ഉണ്ടെങ്കിലും അടുത്തൊരു കല്ല് പോലത്തെ ഒരു പ്രതിഷ്ഠയുണ്ട്, അതാണ് ദേവി എന്നാണ് പറയുന്നത്. അവിടെ ആദ്യത്തെ പൂജ അവിടെ ചെയ്തിട്ട് പിന്നീടാണ് വിഗ്രഹത്തിൽ പൂജ ചെയ്യുന്നതാണെന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്തവർ ഇവിടെ ലേഡീസ് വന്നിട്ട് ആ ആറിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ ആ ആറിൻ്റെ അവിടുത്തെ കല്ലോ അമ്പലത്തിൻ്റെ അവിടുത്തെ കല്ലോ നമ്മുടെ ഡ്രസ്സിലൊരു പീസ് കട്ട് ചെയ്തെടുത്ത് കെട്ടി, അവിടെ ഒരു പൂമരമുണ്ട്, അവിടെ കൊണ്ട് കെട്ടിയിടും. അതാണ്. പിന്നെ തൊട്ടിലൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾ. പിന്നെ തലമുട്ടയടിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പോയിട്ട് വന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ തീർത്ഥം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് പൂജാമുറിയിലൊക്കെ വെക്കാം. ഞാനെന്തായാലും എന്തായാലും മനസ്സിലുണ്ട്, നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ കയറാൻ പറ്റുന്നത് ചൊവ്വയും വ്യാഴവും ഞായറുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൊവ്വാഴ്ചയാണ് വന്നത്. അല്ലാത്ത ദിവസം ഇവിടത്തേക്ക് പ്രവേശനം ഇല്ല. ഒരുപാട് ആൾക്കാർ വേണ്ട, കുറച്ച് തിരക്ക് കുറഞ്ഞുള്ള സമയമാണ് നിങ്ങൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചയും ചൊവ്വാഴ്ച എടുക്കുന്നതായിരിക്കും. ഞായറാഴ്ച ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്ന പിക്കപ്പ് വാൻ, അതിലാണ് നമ്മൾ വരുന്നതും പോകുന്നതും. പിന്നെ ഇത് കണ്ടോ, അമ്മയുടെ പുറകിലായിട്ട് ഈ സ്വാമിയുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടുത്തെ കാണിക്കയായിട്ട് ഞാൻ കാണിച്ചാണല്ലോ, ഈ സിഗരറ്റ് അങ്ങനത്തെ എന്തൊരു സംഭവമാണ് കാണിക്കയായിട്ട്. ഇവിടെ പണ്ട് ബലിയും പിന്നെ വ്യവസായികൾ കാര്യങ്ങൾ പൂജ നടത്തിയിട്ട് ഇവിടെ തന്നെ വെച്ച് ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. ഇവിടെ കുറേ പശുക്കളെയൊക്കെ കാണാം കേട്ടോ. വന്ന് ദേവിയുടെ നടയിൽ ഇട്ടിരുന്ന ഉപ്പ് തിന്നുകയാണ് കേട്ടോ. ആദ്യം കാണുവാണ് ഇങ്ങനെ പശുക്കൾ കുറേ ഉപ്പ് തിന്നുന്നത്. അങ്ങനെ ദേവിനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കേശുട്ടന് വിശക്കുന്നെന്ന് പറഞ്ഞ് കേശുട്ടന് കേക്ക് കൊടുത്തു. അപ്പോൾ അവൻ കഴിക്കുന്ന കണ്ട് ഒരുപാട് ആടുകളും പട്ടിക്കുട്ടിയൊക്കെ വന്നായിരുന്നു. അതിലൊരെണ്ണത്തിനെ കാണാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ അതിനും ഒരു കഷ്ണം കേക്ക് കൊടുത്ത് രണ്ടുപേരും കൂടെ കേക്കൊക്കെ കഴിച്ചു. എന്തായാലും ചേട്ടൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ സർപ്രൈസ് എന്ന്. അടിപൊളിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് വാനിന് വേണ്ടി. പിന്നെ ഇത് ചിന്നാറ്, ഈ പ്രദേശത്തെല്ലാം ഇങ്ങനെ മഴ പെയ്യുമെന്നുള്ള രീതിയിലാണ് ക്ലൈമറ്റ് മൊത്തം. അപ്പം ചേട്ടൻ പറ ചിന്നാറ് കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പോകാനുള്ള ഞങ്ങളുടെ ബെൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലാണ് കയറിയത്. തിരിച്ചു പോയപ്പോഴത്തേക്കും കേശൂട്ടനെ എടുത്തുകൊണ്ട് പുറകിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനും കേശൂട്ടനും ഫ്രണ്ടിൽ കയറി. അപ്പോൾ എന്തായാലും ആദ്യത്തെ സർപ്രൈസും ദേവിയുടെ ദർശനവും ദേവിയെ കണ്ടതും ഒക്കെ ഭയങ്കര ഒരു ദേവി ആ ചുറ്റുവട്ടത്തുണ്ട്. വെച്ചാൽ നമ്മൾ വിഗ്രഹത്തിൽ തൊഴുതില്ല, ഞങ്ങളത് വിഗ്രഹത്തിലില്ല ദേവി എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റും ദേവി അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പ്രാർത്ഥിച്ചത്. മനസ്സ് നിറഞ്ഞ് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മറയൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.